Hello my dear friends, welcome back to my YouTube channel. You are watching livingtech malayalam. So friends, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് അൺബോക്സിംഗ്. എന്താണെന്നല്ലേ? ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ റെഡ്മിയുടെ പുതിയ ബഡ്ജറ്റ് സെഗ്മെന്റ് ഫോൺ Redmi 8 ആണ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിംഗ് കാണണ്ടേ? വാ കാണാം. സോ ഫ്രണ്ട്സ്, അൺബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക. സോ നമുക്ക് ബോക്സിൻ്റെ പുറത്ത് ആദ്യമേ തന്നെ കാണാം 5000 mAh എന്നൊരു ലേബലിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കില്ലർ ബാറ്ററി ഉള്ളൊരു ഫോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി ഒരു കില്ലർ ബാറ്ററി ഉള്ള ഫോൺ തന്നെയാണിത്. സോ ഇതിൽ Qualcomm ഒക്ടോകോർ പ്രൊസസ്സർ എന്നൊരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അത് കഴിഞ്ഞാൽ ഒരു 2GB RAM 32GB ROM എന്നൊരു കൊടുത്തിട്ടുണ്ട്, ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ MIയുടെ ഒരു ചെറിയൊരു ലോഗോ, സൈഡിലായിട്ട് Redmi 8 എന്നൊരു ചെറിയൊരു സിമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലായിടത്തും. സോ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് Snapdragon 439 ഒക്ടോകോർ പ്രൊസസ്സറാണ് വരുന്നത്. 5000 mAhൻ്റെ ഒരു ബാറ്ററിയാണ്. 18 watts ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ബാറ്ററിയാണിത്. 12 മെഗാപിക്സലിൻ്റെ AI ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.22 ഇഞ്ചസിൻ്റെ ഒരു HD+ റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന് പ്രൊട്ടക്ഷനായിട്ട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 കൂടി നൽകിയിട്ടുണ്ട്. സോ അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ കളർ നോക്കാം. കളർ എന്ന് പറയുന്നത് ഓഷ്യൻ ബ്ലൂ കളറാണ്. ഇത് 2GB 32GB വേരിയൻ്റാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 6500 rupees-ആണ്. സോ നമുക്കിനി ബോക്സിനകത്ത് എന്താണുള്ളതെന്ന് തുറന്നു നോക്കാം. സോ ആദ്യമേ തന്നെ ഇതിലൊരു എൻവലപ്പാണുള്ളത്. എൻവലപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സിം ഇജക്ടർ ടൂളാണുള്ളത്. അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. യൂസർ ഗൈഡും അതോടൊപ്പം തന്നെ ഒരു ചെറിയ വാറണ്ടി നോട്ടീസാണ് ഉള്ളത്. ഇതിൽ സാർ വാല്യൂ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 0.339 ഫോർ ഹെഡും 1 ഫോർ ബോഡിയാണ് സാർ വാല്യൂ. സോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മുടെ താരം നമ്മുടെ Redmi 8 തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. വാവ്, നല്ലൊരു കളർ തന്നെയാണ്. ഓഷ്യൻ ബ്ലൂ കളർ. ഫ്രണ്ട് ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു അട്രാക്റ്റീവ് ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ഈ ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബോക്സിനകത്തുള്ള ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിൻ്റെ ചാർജർ ഒന്ന് നോക്കാം. 5 volts 2 ആംപിയറിൻ്റെ 10 watt ചാർജറാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചാർജിങ് കേബിൾ ഏതാണെന്ന് നോക്കാം. ഒരു Type-C തന്നെയാണ് വന്നിരിക്കുന്നത്. Type-C ചാർജിങ് കേബിളാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ കേബിൾ കിട്ടിയിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിങ്. സോ ബോക്സിൽ വേറെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അകത്ത് വെച്ചിട്ട് ഫോണിലേക്ക് തന്നെ തിരിച്ച് വരാം. നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. മൈക്രോ SD കാർഡ്, അതോടൊപ്പം തന്നെ നാനോ സിം, 2 ഡ്യുവൽ നാനോ സിമാണ്, 4G ആണ്. ഒരു മൈക്രോ SD കാർഡ് ഡെഡിക്കേറ്റഡ് സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. 512GB വരെ എക്സ്പാൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരു സാറിൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ നൽകിയിട്ടുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാവുന്നതാണ്. വളരെ നല്ലൊരു ഗ്രിപ്പ് നൽകുന്ന ഡിസൈനാണ്. ഫിംഗർ പ്രിൻ്റ് ഒന്നും തന്നെ വരുന്നില്ല എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഫിംഗർ പ്രിൻ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റാം.
ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിസൈൻ ബൈ ഷയോമി എന്ന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെഡ്മി എന്ന് ചെറിയൊരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ക്യാമറ നോക്കാം. ബാക്കിലെ 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. സിംഗിൾ ക്യാമറയാണ്. സോണിയുടെ IMX363 എന്ന് പറയുന്ന സെൻസറാണ് നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു ക്യാമറയാണ്. അതോടൊപ്പം തന്നെ വളരെ നല്ല ഡിസൈൻ തന്നെയാണ്. റൈറ്റ് സൈഡിലായിട്ട് ഒരു വോളിയം റോക്കേഴ്സ് കീ ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. അതോടൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് പവർ ബട്ടൻ്റെ ഒരു കീ ആണ്. ഇനി ബോട്ടം സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ USB Type-C ചാർജിങ് പോർട്ടാണ് ഉള്ളത്. ഒരു മൈക്രോഫോൺ ഉണ്ട്. അതോടൊപ്പം തന്നെ 3.5mm ജാക്ക്, ഓഡിയോ ജാക്ക് കൂടി നൽകിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിം ട്രേ ആണ്. ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. അതിനകത്തേക്ക് നമുക്ക് എന്തായാലും നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡ്യുവൽ സിം സ്ലോട്ട്സ് ആണ്. ഡ്യുവൽ 4G ആണ്. അതോടൊപ്പം തന്നെ 512GB എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന സ്ലോട്ട് കൂടി ഉണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കൂടി നൽകിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് മിനിമലിസ്റ്റിക് ഡിസൈനാണ്. സിമ്പിൾ ഡിസൈൻ തന്നെയാണ്, എന്നാൽ നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ കൂടിയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിലിട്ട് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് 6.22 ഇഞ്ചസിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ തന്നെയാണ്. നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഡോട്ട് നോച്ച് വരുന്നത്. ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് റെഡ്മി നൽകിയിരിക്കുന്നത് ഇത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫോൺ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. സോ ഫോൺ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ബൂട്ടായി ഓണായി കഴിഞ്ഞു. സോ ഇതിൽ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ നല്ലൊരു ഔട്ട്പുട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സൈഡിലോട്ടുള്ള വ്യൂയിങ് ആംഗിൾസ് ഒക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു വ്യൂയിങ് ആംഗിൾസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സൈഡൊക്കെ നല്ലൊരു കളറൊന്നും ഫെയ്ഡ് ഔട്ടൊന്നും ആവുന്നില്ല. കളർ റീപ്രൊഡക്ഷനൊക്കെ നല്ലപോലെ നമുക്ക് കാണാം. സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ബ്രൈറ്റ്നസ് ലെവലൊക്കെ വളരെ നല്ലതായിട്ടുണ്ട്. ക്ലാരിറ്റിയൊക്കെ അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ സ്ക്രീനൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സെറ്റിങ്സിലോട്ട് പോവാം. എബോട്ട് ഫോണിലേക്ക് കയറി കഴിഞ്ഞാൽ മോഡൽ നമ്പർ കാണാം. Redmi 8, ആൻഡ്രോയിഡ് വെർഷൻ 9 ആണ് വരുന്നത്. 5 ആണ്. ജസ്റ്റ് നോക്കാം. ആൻഡ്രോയിഡ് വെർഷൻ 9 5 ആണ് വരുന്നത്. അടുത്തതായി MIUI വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ 10 ആണ് വരുന്നത്. MI 10 ആണ് വരുന്നത്. CPU സ്നാപ്ഡ്രാഗണിൻ്റെ 439 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 439 ഒക്ടോ കോറാണ്. ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത് 2 GHz. ഞാൻ സെലക്ട് ചെയ്ത വേരിയൻറ്റ് റാം വരുന്നത് 2GB ആണ്. ഇതിൽ 3GB വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 32GB ആണ് ഉള്ളത് ടോട്ടൽ. അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 21.02 GB ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത് 12 മെഗാ പിക്സലാണ്. ഇത് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെ നോക്കാം. പോർട്രേറ്റ് മോഡ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ പ്രോ മോഡുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം.
ഇതൊക്കെയാണ് റെഡ്മി 8യുടെ അൺബോക്സിങ് ആൻഡ് ഹാൻഡ്സ് ഓൺ റിവ്യൂ. ഇതിൻ്റെ വില വരുന്നത് 6500 രൂപയാണ്. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു മികച്ച ഫോൺ തന്നെയാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂമായി ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഗെയിമിങ്ങും അതോടൊപ്പം തന്നെ ക്യാമറ റിവ്യൂസും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. ഞാനത് അടുത്ത വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. റെഡ്മിയുടെ പുതിയ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ഫോണായ റെഡ്മി 8 ആണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. വണ്ടി